ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 54, ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശങ്കരക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. കിം കിം യാദേ ഹർഷവർഷാധിരേഖ സർവാംഗേഷു ത്യുക്തിദാ ഗോപസംഗാഃ ദൃഷ്ടാഗ്രേ ത്വാം ത്വത്കൃതം ത്വൻവിദന്തഃ ത്വാമാലിംഗ്യൻ ദൃഷ്ടനാനാപ്രഭാവക. അന്വയം അർത്ഥം. ദൃഷ്ടനാനാപ്രഭാവക കാണപ്പെട്ട പല മഹത്വങ്ങളോടുകൂടിയ ഗോപസംഗാക ഗോപസമൂഹം സർവാംഗേഷു ശരീരമാകെ ഹർഷവർഷാതിരേക ആനന്ദ വർഷാധിക്യത്തോടു കൂടിയവരായി. കിം കിം ജാതക എന്തെന്തുണ്ടായി, ഇതി എന്ന് പറഞ്ഞ്, ഉത്തിത എഴുന്നേറ്റവരായി, ത്വാം അവിടുത്തെ, അഗ്രേ മുമ്പിൽ, ദൃഷ്ട്വ കണ്ടിട്ട്, തത് ആ ഉത്ഥാനത്തെ, ത്വത്കൃതം അവിടുന്നുണ്ടാക്കിയതെന്ന്, വിദന്തഹ അറിഞ്ഞവരായി, ത്വാം അങ്ങയെ ആലിംഗനം ചെയ്തു. ഹരിവു. സാരം: ശരീരാവയവങ്ങളിലെല്ലാം ആനന്ദാതിരേക വർഷമേറ്റ ഗോപന്മാർ ഇതെങ്ങനെയുണ്ടായി എന്നാലോചിച്ച് ഭഗവാനെ കണ്ട് കാരണം ഭഗവാനെന്നറിഞ്ഞ് അത്യാനന്ദത്തോടുകൂടി അദ്ദേഹത്തെ അവർ ഗാഢാശ്ലേഷബദ്ധനാക്കി തീർത്തു. ഹരിവോം. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. ഗാവച്ചൈവം ദ്യപ്ത്വാ ജീവാക്ഷണേന സ്ഫീതാനന്ദാത്വം ച ദൃഷ്ട്വാ പുരസ്താം ദ്രാഗ്ആവവൃ സർവദോ ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദം ഉദ്യന്നിനാദാഃ. അന്വയം അർത്ഥം. ഏവം ഇപ്രകാരം, ഗാവ ച ഗോക്കളും, ക്ഷണേന അല്പസമയത്തിനുള്ളിൽ, ലപ്ത്വ ജീവാഹ ജീവൻ കിട്ടിയവയായി, പുരസ്താർ മുമ്പിൽ, ത്വാം അവിടുത്തെ, ദൃഷ്ട്വ കണ്ടിട്ട്, സ്ഥീതാനന്ദ വർദ്ധിച്ച ആനന്ദത്തോട് കൂടിയവരായിട്ട്, ഹർഷബാഷ്പം ആനന്ദബാഷ്പത്തെ, വ്യാമുഞ്ചന്ത്യം പൊഴിക്കുന്നവയായി, മന്ദം പതുക്കെ, ഉദ്യന്നിനാദാഹ ശബ്ദം പുറപ്പെടുവിക്കുന്നവയായി, ദ്രാഗ് വേഗം, സർവദാ നാലുവശത്തും, ആവവൃ വളഞ്ഞു, ഭഗവാനെ വളഞ്ഞു. ഹരിവും. സാരം: ഗോക്കൾ ഭഗവാന്റെ കടാക്ഷമേറ്റ് പുനർജീവിച്ചു. തുടർന്ന് ഭഗവാനെ മുമ്പിൽ കണ്ട് ആനന്ദത്തോടുകൂടി കണ്ണുനീർ ഒഴുക്കി ഭഗവത് കൃപയെ പുകഴ്ത്തുന്നതുപോലെ നാദമുണ്ടാക്കി ഭഗവാനെ വട്ടമിട്ടു നിന്നു. ഹരിവും.